എല്ലാവർക്കും പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ അനിയും നന്ദുവിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, എനിക്ക് ട്രെയിന് പോകാൻ സമയമായി, അതുകൊണ്ട് നീ എന്നെ എന്തെങ്കിലും കൊണ്ടാക്കുക, എനിക്ക് നേരത്തെ പോകണമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ ഇങ്ങനെ ഇടന്ന് വെപ്രാളപ്പെടാതിരിക്കുക, എന്തായാലും സമയമുണ്ടല്ലോ, ഒരു 15 മിനിറ്റ് അതിന് മുമ്പ് നിനക്ക് എത്തിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, എന്തായാലും എല്ലാവരും ഇത്രയും ഇങ്ങനെ പറഞ്ഞിട്ട് നീ അനുസരിക്കാത്തതുകൊണ്ട് അവരെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, എന്നിട്ടിപ്പോൾ ഞാൻ ലാസ്റ്റ് നിമിഷം അവരെ എല്ലാവരെയും ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അവരെല്ലാവരും കൂടെ കാരണമാണല്ലോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയത്, എന്തായാലും എൻ്റെ ജീവിതത്തിൽ നിന്ന് അനാമിക ഒഴിഞ്ഞു പോകും. ആ സമയത്ത് ഞാൻ സ്നേഹിച്ച പെൺകുട്ടി എന്നോടൊപ്പം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ അതെനിക്ക് മരണത്തെക്കാട്ടിയും അതിനെക്കാട്ടിയും വലിയൊരവസ്ഥയാണ് എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇതിങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അനിക്കും നന്ദുവിനും ഭയങ്കര വിഷമമാവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് നന്ദാവനാണ് കേട്ടോ കാണിക്കുക. അപ്പോഴത്തേക്കും ഗോവിന്ദ് ദേവയാനിയോടും നയനയോടും ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ രണ്ടുപേരുടെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, വേറെ ഒന്നുമല്ല, ഈ കാര്യങ്ങൾ എന്തായാലും ആദർശ് മോൻ്റെ അടുത്തും കൂടെ പറയേണ്ടതായിരുന്നു, അത് മറച്ചു വെക്കുന്നത് ശരിയല്ല. ആദർശ് മോൻ എന്തായാലും എല്ലാ കാര്യങ്ങളും നയനയോട് പറയുന്നതല്ലേ, അപ്പോൾ പിന്നെ നയന മോളായിട്ട് ഇങ്ങനെ പറയാതിരിക്കുന്നത് ശരിയല്ല, അത് തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനകയും നവിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട്, ദേവയാനിക്ക് എന്തായാലും പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് കാണുമായിരിക്കും, പക്ഷേ മോള് രഹസ്യമായിട്ടെങ്കിലും അത് ആദർശിനോട് പറയേണ്ടതായിരുന്നു, അത് പറയാതിരിക്കുന്നത് ശരിയല്ല, അത് തെറ്റ് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യം പറയുകയാണ്, എന്തായാലും മുത്തശ്ശൻ്റെ അതേ സ്വഭാവം തന്നെയാണ് ആദർശേട്ടനും കള്ളം പറയുന്നത് ഒട്ടും ഇഷ്ടമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയാണ് ദേവയാനി, എങ്കിൽ പിന്നെ അവൻ എന്നോട് കള്ളം പറഞ്ഞതോ ഇങ്ങനെ കരൾ തന്നത് നയന മോളാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, അവർ വേറെ കുട്ടിയുടെ പേരല്ലേ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞില്ലല്ലോ, അന്നും ആദർശേട്ടൻ നയന എന്നൊരു പെൺകുട്ടി തന്നെയാണ് ഇങ്ങനെ കരൾ ദാനമായി തന്നേന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും ഇത് മോള് പറയുന്നതാണ് നല്ലത്, ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നവും, ഇപ്പം തന്നെ വിഷുവിന് ഇങ്ങോട്ട് വന്നതുമില്ല, അതേപോലെ തന്നെ നന്ദമോള് പോണതും അറിഞ്ഞിട്ട് പോലും ഇങ്ങോട്ടൊന്നും വന്നിട്ടൊന്നുമില്ല, അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നുണ്ടെങ്കിലും പോലും ഈ കാര്യം മോള് പറയേണ്ടത് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നയനയും പറയുന്നുണ്ട്, എനിക്കും ആദർശനോട് പറയാത്തതിൽ എനിക്കും നല്ല വിഷമമുണ്ട് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് നയന. അപ്പോഴത്തേക്കും ദേവേന ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ നീ നോക്കിയൊന്നും വേണ്ട, എന്തായാലും നീ പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തിൽ ദേവേനെ വന്ന് കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആദർശനോട് പറയാത്തതിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വീർപ്പ് മുട്ടലുണ്ടായിരുന്നു, ഞാനും ആദർശനും ഒരുമിച്ചല്ലേ ഓഫീസിലൊക്കെ പോകുന്നത്, ആ സമയത്ത് അമ്മ വിളിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇനിയിപ്പോൾ ആദർശമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട്, ഇതിപ്പോൾ ആദർശൻ്റെ അറിയുമ്പോൾ ആദർശന് ഭയങ്കര സന്തോഷമാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി പറയുന്നുണ്ട്, ഞാനായിട്ട് ആരെയും സന്തോഷം കളയുന്നില്ല, മോള് ചെന്ന ഉടനെ തന്നെ ആദർശനോട് പറഞ്ഞു, ആദ്യം അവൻ ചിലപ്പോൾ എന്നെ കളിയാക്കുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല, മോള് സന്തോഷം തന്നെയാണ് എനിക്ക് വലുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അതുപോലെ എല്ലാവരും ആദർശനോട് പറയാമെന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അടുത്തായിട്ട് കാണിക്കുക അനിയാണ് കേട്ടോ. അങ്ങനെ അനിയും ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ സിനിമയിൽ കണ്ടിട്ടുള്ളൂ, ഇങ്ങനെ വേണ്ടപ്പെട്ടവർ ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ വിഷമിച്ച് നിൽക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്, അത് ഞാൻ ഇന്ന് അനുഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സും പറയാണ്, അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് തന്നെയാണ് നല്ല വിഷമമുണ്ട്, അപ്പോൾ പിന്നെ നിന്നെ എൻ്റെ കാര്യം പറയണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ചിന്തിക്കുന്നതിലും അപ്പുറം അവൾക്ക് നിന്നോട് സ്നേഹമുണ്ട്, അവൾ മറ്റുള്ളവരെ പേടിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് അകന്ന് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആദർശനെ കയ്യിലെടുത്താൽ പകുതി ജയിച്ചു എന്ന് തന്നെ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ എന്തൊരു പ്രശ്നം ഉണ്ടാക്കിയാലും ബന്ധം പിരിയുന്നതിനെ പറ്റി അവർ ചിന്തിക്കില്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഞങ്ങളെ തറവാട്ടിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് പറയും, എന്തൊരു പെണ്ണാ നിൻ്റെ ഭാര്യ, നിന്നെ ജീവിക്കാനും സമ്മതിക്കില്ല, എന്നാൽ അവളോട്ട് ഒഴിഞ്ഞു പോകത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയണം, അവൾക്ക് അനന്തപുരിയിലെ മരുമകളാണെന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി മാത്രമാണ് അവൾ എന്നെ കല്യാണം കഴിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദുവിൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ അവൾക്ക് അറിയുകയും ചെയ്യാം, പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് അവൾ എന്നിൽ നിന്ന് അകന്നു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ.
ഇനി അവളെന്നെ മറക്കുമെന്ന് പോലും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഒരിക്കലും നടക്കില്ല എന്നൊക്കെ. അങ്ങനെ പറയാൻ പറ്റില്ല, കാര്യം അവിടെ എത്തുമ്പോൾ അവൾ ട്രെയിനിങ്ങിൻ്റെ തിരക്കും പിന്നെ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എസ് എ ആവില്ല, അതിൻ്റെ തിരക്കും എല്ലാമാണ്. അതുകൊണ്ട് ഇനി അവൾ എന്നെ ഒഴിവാക്കിയാലും ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട്. എന്നിട്ട് അനി പറയുന്നുണ്ട്, എന്തൊക്കെ തന്നെ ആയാലും അവിടെ ചെന്നതിന് ശേഷം അവിടെ എന്നെ ഒഴിവാക്കുന്നുണ്ടെങ്കിൽ ഇനി ക്രിമിനൽ കേസായാലും ശരി തന്നെ, ഞാൻ ട്രെയിനിങ് ക്യാമ്പിൽ ഇടിച്ച് കയറി ചെല്ലും, അതിനൊരു മാറ്റമില്ല എന്നൊക്കെ ഇങ്ങനെ അനി തറപ്പിച്ച് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട്, അതുപോലെ തന്നെ ഭയങ്കര വിഷമമുണ്ട് നന്ദു പോയതിൽ. അടുത്തായിട്ട് നന്ദാവനമാണ് കേട്ടോ കാണിക്കുക. അങ്ങനെ ദേവയാനി തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽപ്പുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും മോളെ ഞാൻ കൊണ്ടുപോകുന്നില്ല, വേറെ ഒന്നുമല്ല, നിങ്ങൾക്കൊക്കെ വിഷമാവുമല്ലോ, അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്, എനിക്ക് അവളെ ഒരു ദിവസം പോലും കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നന്ദുമോള് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ്, അവൾക്ക് ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്ത് ഒരുപാട് ശീലമുണ്ടല്ലോ, അതുപോലെ തന്നെ അവൾ ധൈര്യമുള്ള കുട്ടിയല്ലേ, അതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട്, എന്തായാലും നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ടാണ് അനി ഇവിടെ വന്നത്, അതും അവളെൻ്റെ വല്യമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവൾ അത്രയും ധൈര്യത്തോടെ കയറി വന്നത് നന്ദുവിനെ കാണാൻ വേണ്ടി മാത്രം തന്നെയാണ്, അതൊന്ന് പറഞ്ഞ് വിലക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവൾ ഇവിടെ വന്ന സമയത്ത് കള്ളമാണ് പറഞ്ഞതെങ്കിലും ഇനിയിപ്പോൾ അവൻ ചെന്ന് ആദർശിനോടൊക്കെ പറയുമെന്നൊരു ടെൻഷനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തായാലും ഇനിയിപ്പോൾ അവൻ പറയണമെങ്കിൽ പറഞ്ഞോട്ടെ അമ്മേ, ഇനി അതിന് ടെൻഷനൊന്നും അടിക്കണ്ട, എന്തായാലും ഞാൻ അങ്ങ് വന്നിട്ട് ആദർശനോട് പറയുമല്ലോ, അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയും ചെയ്യും, ഇനി ആർക്കും അതിനെപ്പറ്റിയൊന്നും ഒരു ഡൗട്ടും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കനകയും പറയുന്നുണ്ട്, എന്തായാലും അനിയെ ഉപദേശിക്കുന്നതോടൊപ്പം തന്നെ അനാമികയോടും പറയണം അവനെ കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കാൻ, അപ്പോഴത്തേക്കും ഈ പ്രശ്നങ്ങളൊക്കെ എല്ലാം ഒന്ന് അവസാനിക്കുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അടുത്തായിട്ട് അനന്തപുരിയിലേക്ക് അനി വരുന്നുണ്ട്. അതേസമയം ആദർശ് ചോദിക്കാൻ, നീ എവിടെ പോയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പോയത് കൊണ്ട് നീ അവളെ കാണാനാണോ പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ്, അതെ അവളെൻ്റെ ഫ്രണ്ടല്ലേ, അവളെ കാണാൻ പോയതുകൊണ്ട് എന്താ കുഴപ്പം, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളെ കാണാൻ പോവേണ്ട കാര്യമൊന്നുമില്ല, അത് അനാമിക്ക് ഇഷ്ടമില്ല, പിന്നെ നീ എന്തിനാ പോകുന്നത്, അതുകൊണ്ട് വീട്ടിൽ എന്തിനാ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതിവിടെ സംസാര വിഷയമാവുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അത് എൻ്റെ കാര്യം മാത്രമല്ലല്ലോ ഇവിടെ സംസാര വിഷയമാകുന്നത്, വേറെ പല കാര്യങ്ങളും സംസാര വിഷയങ്ങളാകുന്നുണ്ട്, അതൊന്നും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയണം, അതെന്താ നീ അങ്ങനെ പറഞ്ഞെന്നൊക്കെ ആദർശം ചോദിക്കുന്നുണ്ട്. ഞാനിന്ന് അവിടെ പോയ സമയത്ത് എന്തായാലും ആർക്കും ഒരു ദോഷം ഉണ്ടായിട്ടില്ല, എല്ലാവർക്കും നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. ഞാനവിടെ ചെന്ന സമയത്ത് അവിടെ ഒരു കാറ് കിടപ്പുണ്ടായിരുന്നു, ആരുടെ കാറാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അത് ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ആരുടെ കാറാ എന്നൊക്കെ, അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ കാറാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അത് വേറെ ആരുമല്ല, നമ്മുടെ വല്യമ്മയുടെ കാറാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്തേക്കും അവിടേക്ക് ജയനും അജയനും ഒക്കെ വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, കേട്ടല്ലോ അമ്മ അവിടെ ഇന്നും നയനയുടെ വീട്ടിൽ പോയെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, അതിനിപ്പം വലിയ പ്രത്യേകിച്ച് അത്ഭുതമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ അനി പെട്ടെന്ന്, അത്ഭുതമൊന്നും ഇല്ലേ, വല്യമ്മ അവിടെ പോയതല്ലേ അത് അത്ഭുതമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പറയാണ്, അതിന് അമ്മായിക്ക് വല്യമ്മയ്ക്ക് എന്തായാലും അവരോടൊക്കെ ദേഷ്യമില്ലേ, പിന്നെ എന്തിനാണ് അവരങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ജയനും പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ വല്യമ്മ അങ്ങോട്ടല്ലാതെ പിന്നെ എങ്ങോട്ടാണ് പോവേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാം, എന്തായാലും നിങ്ങളുടെയൊക്കെ സംശയം കേട്ടപ്പോൾ എൻ്റെ സംശയം കൂടി വരികയാണ് എന്നൊക്കെ, നിൻ്റെ സംശയം ശരി തന്നെയാണ്, അവർ തമ്മിൽ ഒരു ഒന്നിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്, അവർക്കിപ്പം ഒരു പിണക്കമോ ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ എന്തായാലും എനിക്ക് നല്ല സന്തോഷമാവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴും ആദർശന് നല്ല ദേഷ്യമുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായല്ലോ, എന്നിട്ട് നമ്മുടെ അടുത്തും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശം പറഞ്ഞു, അത് തന്നെയാണ്, എന്നോട് ആരും ഒന്നും പറഞ്ഞില്ല, അവൾ നയന ഇത്രയും നാളായിട്ട് ഈ നിമിഷം വരെയും എന്നോട് ഈ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനിയും പറയുന്നുണ്ട്, എന്നാലും ആദർശനോടെങ്കിലും അത് പറയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശ് പറഞ്ഞു, കേട്ടല്ലോ ഏവൻ പറയുന്ന കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവളെ എന്നെ മാത്രം ചീറ്റ് ചെയ്തു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആദർശ് അങ്ങ് ദേഷ്യത്തിൽ പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അനി എന്തായാലും അവർ ഒന്നിച്ചല്ലോ, അത് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ, ഇനിയിപ്പോൾ അത് നമ്മൾ ആദർശൻ്റെ ആ പിണക്ക് മാറ്റണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ എന്തായാലും ഇത് അധികം നടന്നും പോകാൻ പോകുന്നില്ല, ഇനിയിപ്പോൾ ഇത് പോകുന്നിടത്തോളം പോട്ടെ എന്നൊക്കെ അജയും ജയനും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അവർ സ്വയമായിട്ട് ഇങ്ങനെ മാറട്ടെ, അത് നേരെ നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് തന്നെ നിൽക്കാം എന്നൊക്കെ ഇങ്ങനെ അവർ പറയുകയാണ് ചെയ്യുക.
അടുത്തായിട്ട് നയന ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അനന്തപുരിയിൽ വന്നതിന് ശേഷം ആദർശിനോട് ഇങ്ങനെ പറയുന്നതായിട്ട്, ഞാനും അമ്മയും തമ്മിൽ ഭയങ്കര സ്നേഹത്തിലാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ അവാർഡ് വാങ്ങിക്കാൻ പോയ കാര്യങ്ങളും അപ്പോഴാണ് സ്നേഹത്തിലായതെന്നും പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ആദർശിനോടൊന്നും പറയാതിരുന്നതെന്നും, ആദർശിനിങ്ങനെ വിശ്വസിക്കാൻ പറ്റാതെ നീ സത്യമാണോ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും സത്യമാണ്, അമ്മ എന്നെ ഇപ്പോൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. മോൻ കഴിഞ്ഞാൽ ഇപ്പം അതിന് ശേഷം ഏറ്റവും കൂടുതൽ അമ്മ വേറൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ അത് എന്നെയാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ആദർശിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. നയന ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നയന ഇങ്ങനെ ആലോചിക്കുന്നത്. എന്തായാലും ഞാൻ പറയുന്ന സമയത്ത് ആദർശിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരിക്കും. കാര്യം ആദർശിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്, അതുപോലെ തന്നെ ആദർശിൻ്റെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു നീരസം ഉണ്ടെങ്കിൽ പോലും ഈ കാര്യം അറിയുമ്പോൾ ആദർശേട്ടൻ എന്നെ കൂടുതൽ സ്നേഹിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നയന ചിന്തിക്കുന്നുണ്ട്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.